हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा भवन ऑपरेशन की जय ഇപ്പോൾ നമ്മൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു ക്ഷമിക്കണം ഹലോ சாப்பாடு வாங்க ஞாபகம் இருக்கா ஐயோ நான் எப்பவுமே உங்களுக்கு ஃபுட்டு கொடுத்து போனது அங்கே இருக்கும்போது அங்கே இருக்கும் வந்தாம இதோ நைட்டி எடுத்து வச்சிருக்கேன் ஈவினிங் கொடுக்கவா நான் ஒரு 6:30-7 மணிக்கு வரவா சரிம்மா எத்தனை வேணும் 2 போதுமா இது 2 போதுமா இந்தாங்க 3 வச்சுக்கோ மோரெல்லாம் இருக்குது அதில் தனித்தனி வெറൈറ്റി റൈസ് എല്ലാം இருக்குது സാപ്പിടുമ്മ ശരി ഹരേ കൃഷ്ണ അപ്പം നമ്മൾ ഇന്ന് അന്നദാനം സ്റ്റാർട്ട് ചെയ്തു கொஞ்சம் விட்டு கால் பண்ணுங்க கொஞ்சம் ஒரு லைவ்ல இருக்குமா ശരി നമ്മളുടെ അന്നദാനം ആരൊക്കെയാ ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയാം ഇന്ന് പൂന്താനം തിരുമേനിയുടെ ജന്മദിനമാണ് കുംഭമാസത്തിലെ അശ്വതി അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ഡേ ആണ് കാരണം ഭക്തോത്തമനാണ് അല്ലേ ഭക്തകവി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നമ്മളെപ്പോഴും രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന ജ്ഞാനപ്പാന അയ്യോ ഒന്നും പറയാനില്ല പൂന്താനം തിരുമേനി നമുക്ക് അങ്ങോട്ടേക്ക് ശരിക്കും എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് പൂന്താനം തിരുമേനിയോട് എല്ലാവർക്കും അപ്പം ആ പൂന്താനം തിരുമേനിയുടെ ദിവസമാണ് ജന്മദിനമാണ് ഇന്ന് ആ ജന്മദിനത്തിൽ നമ്മൾ 108 പേരുടെ ഭക്ഷണമായിട്ടാണ് പോകുന്നത് ഒന്നും നോക്കണ്ട ഹരിബറിയായിട്ട് വീട്ടിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്നൊരു വഴിയാണ് അന്നേരം നമ്മൾ ഇന്നിപ്പം ഇത് മഞ്ചരീസിലെ ഒരു മാതാജിയാണ് ഹരേ കൃഷ്ണ മാതാജി ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് മലയാളിയാണ് നമുക്ക് ഫുഡ് ഒക്കെ പാക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മാതാജിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് വന്നിട്ട് ബാക്കി എല്ലാവരും ഉണ്ട് എങ്കിൽ കൂടി മാതാജി അന്നദാനമുള്ള സമയങ്ങളിലെല്ലാം വരും എല്ലാം കുക്ക് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ലൈവിലൊക്കെ ഉണ്ടാവും വലിയ സന്തോഷം അങ്ങനെ ചെന്നൈയിൽ മഞ്ചരീസിൻ്റെ ഒരു കുടുംബ കൂട്ടായ്മയുണ്ട് വൈകാതെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ മാതാജി ആരെ പേരിൽ ഫുഡ് കൊടുക്കണമെന്ന് ചോദിക്കാനായിരുന്നു ഞാൻ വിളിച്ചത് ബിന്ദു മാതാജി ഓക്കെ ശരി മാതാജി ഓക്കെ ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുക നമസ്തേ നമസ്തേ അപ്പോൾ ഇന്ന് നമ്മൾ 108 പേരുടെ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട് ഇനി വസ്ത്രദാനം ഉണ്ട് ഇന്ന് വസ്ത്രദാനം നമുക്ക് വൈകുന്നേരമാണ് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുഡ് കൊടുത്ത ബ്ലാങ്കറ്റ് കൊടുത്തപ്പോൾ ഒരു 10 എണ്ണം നമ്മൾ 9 എണ്ണം നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പ്രാവശ്യം 10 എണ്ണാക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു 10 എണ്ണം കൂടി അണ്ണാ ഫുഡ് അണ്ണാ സാപ്പാട് സാപ്പിട്ടിയാണ്ണ ശരിங்க അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാങ്കറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് കുറച്ച് കുട്ടികൾക്കുള്ള വസ്ത്രവും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊന്ന് പറയാനുള്ളത് ലാസ്റ്റ് ടൈം നമ്മൾ അന്നദാനം കൊടുത്തപ്പോൾ ഒരു 49 അന്നദാനം നിങ്ങൾക്കറിയാം നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അതിൽ ഇന്നിപ്പോൾ 41 അന്നദാനം കൊടുക്കുന്നുണ്ട് റൗണ്ട് ചെയ്ത് നമുക്ക് 51 ആക്കാം അതിൽ 41 അന്നദാനം ഇന്ന് കൊടുക്കുന്നുണ്ട് 41 അന്നദാനം ഇന്ന് വൈകുന്നേരം കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ അന്നദാനത്തിൽ പാവം അതൊക്കെ ഒരു പുടവ എടുത്ത് കൊടുത്തിരിക്കലല്ലേ അത് ഇവരെല്ലാരും എത്തിക്കും അതെ പാട്ടി സാപ്പിട്ടിയാ വാങ്ങ പാട്ടി நாங்க மோரெல்லாம் இருக்கு பாட்டி இதுல சரியா கொடுக்குறேன் பாட்டி தான் வச்சுக்கோங்க சரி பாட்டி சரிங்க சாப்பிடுங்க അമ്മയുടെ സന്തോഷം കണ്ടില്ലേ ഭക്ഷണം കിട്ടിയപ്പം ആ അമ്മ കഴിക്കാണ്ട് ഇങ്ങനെ ഇതായി വരുമായിരുന്നു തളർന്ന് വരുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ചോദിച്ചത് കഴിച്ചോന്ന് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ഭക്ഷണം കൊടുത്തു നമ്മൾ വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ട് പുളി സാദം എന്ന് പറയില്ലേ ഇവിടെ ചെന്നൈയിലെ പുളി റൈസ് ഉണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്ന് പിന്നെ അച്ചാർ വെച്ചിട്ടില്ല കൊണ്ടാട്ട മുളക് പപ്പടം പയറ് തോരൻ ചോറ് സാമ്പാർ മോര് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട് ഒരെണ്ണടുത്ത് മാതാജി ഒരു മോര് കാണിച്ചു തരാം വാട്ടർ ബോട്ടിൽ പോലെ നമ്മൾ മോര് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഇവിടെ വെയിലാണ് ചെന്നൈയിൽ അപ്പം അതുകൊണ്ട് നമ്മൾ മോരൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഇതല്ല വേറെ എടുക്ക് ഇതല്ല ഇതിൽ നിന്ന് എടുക്ക് അത് കുറച്ച് ലീക്കായിട്ടുണ്ട് അത് സെപ്പറേറ്റ് മാറ്റി വെച്ചത് എൻ്റെ കയ്യിലൊക്കെ ആവും ഒരു ബോട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി ഒന്ന് ലീക്കായിട്ടുണ്ട് അത് കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചതാണ് ഞാനത് എല്ലായിടത്തും ലീക്ക് ആവണ്ടെന്ന് ഓർത്തിട്ട്
ഇതാണ് മോര് ബോട്ടിൽ നമ്മൾ ഉണ്ടാക്കിയത്. മറ്റേത് കുറച്ച് ലീക്കായിട്ടുണ്ട്, കയ്യിലൊക്കെ ആവും. അത് സെപ്പറേറ്റ് വെച്ചിക്കോ, അത് அவங்க கொடுத்துடலாம். அந்த ஃபர்ஸ்ட் இதில் இது ஃபர்ஸ்ட் லீ. அக்கா சாப்பிட்டீங்களா? சரி சரி, സാപ്പിട്ട് ഞാൻ ഒന്ന് സാപ്പിട്ടമ്മ. അത് കയ്യിലാവുന്നുണ്ട്, അത് സെപ്പറേറ്റ് വെച്ചോ, വേഗം കൊടുക്കാം. നമുക്ക് ഒരു ബോട്ടിൽ മാത്രം നമ്മൾ എടുത്തിങ്ങനെ പാക്ക് ചെയ്തപ്പോൾ ഒന്ന് മാത്രമല്ല മതി പൊട്ടിയത്, വേറൊന്നും പൊട്ടിയില്ലല്ലോ. ആ ഒരു ബോട്ടിൽ മാത്രം ഒന്ന് പൊട്ടിപ്പോയി. അപ്പം നമ്മൾ ഇന്ന് 108 പേരുടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം അറ്റം 106, 107, 108 രണ്ടെണ്ണം കുറവുണ്ട്. കാരണം എങ്ങനെ അറിയോ, 106 പേരുടെ ഫുഡ് നമ്മളെ ഗ്രൂപ്പിൽ വന്നു. അതിൽ ബിന്ദു മാതാജി പിന്നീട് വിളിച്ചിട്ട് 4 ഫുഡ് തന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2 ഫുഡ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 100 എത്ര എണ്ണം ഉണ്ട്? 108 എണ്ണല്ലേ? 108. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 110 ഭക്ഷണം വേണം. അപ്പോൾ 2 ഭക്ഷണത്തിന്റെ കുറവുണ്ട്. അത് വൈകുന്നേരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അമ്മ, അമ്മ பாட்டி இங்க சாப்பிட்டியா? இதோ வாங்க, இந்தாங்க. ஸ்தோத்திரம் ஸ்தோத்திரம் ஆண்டவனே. சாப்பிடுங்க சாப்பிடுங்க, இதோ கர்த்தர் உங்களுக்கு கொண்டு வந்து கொடுத்தாரு. அம்மா நான் எதுவும் எடுத்துட்டு வரலம்மா, ஒன்றுமே எடுத்துட்டு வரல, மன்னிச்சிடுங்க. சரிம்மா சரிம்மா, ബായ്. അവർ ക്രിസ്ത്യൻസ് ആണ്, അതുകൊണ്ടാണ് അവർ സ്തോത്രം അമ്മ എന്ന് പറഞ്ഞത്. അത് അവരുടെ വിശ്വാസം, ഒന്നും കുഴപ്പമില്ല. എല്ലാം ഈശ്വരന് തന്നെയാണ് ആ സ്തുതി. നമ്മൾ ജാതി മതഭേദമന്യേ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ജാതിയോ മതോ കുലമോ ഒന്നും നോക്കുന്നില്ല. വിശക്കുന്നവൻ്റെ മുമ്പിലേക്ക് മഞ്ജരീസ് ഭക്ഷണവുമായിട്ട് എത്തും, അത്രയേ ഉള്ളൂ. നമുക്ക് ജാതി മതം ഒന്നുമല്ല പ്രശ്നം, വിശ്വാസം ഒന്നുമല്ല, മനുഷ്യത്വമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് 110 ഭക്ഷണം ഇന്നുണ്ട്. അതിലിപ്പോൾ 2 എണ്ണം കുറവുണ്ട്. അതിപ്പോൾ വൈകുന്നേരം നമ്മൾ കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കറക്റ്റ് ഇല്ലേ 49 ഭക്ഷണം നമ്മൾ എക്സ്ട്രാ കൊടുക്കാനുണ്ടായിട്ട് ഞാൻ മാതാജിയോട് പറഞ്ഞു, കുഴപ്പമില്ല മാതാജി, റൗണ്ട് ചെയ്തത് 51 ആക്കാം മാതാജി നമുക്ക് എന്നല്ലേ. ആ 51 ഭഗവാൻ മുൻകൂട്ടി കണ്ട 2 എണ്ണം അത്. ഹരേ കൃഷ്ണ എൻ്റെ കിച്ചൂട്ടാ. 49 എണ്ണം 49 എണ്ണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പെൻഡിങ് വെച്ചു. ഞാൻ ഓഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പില്. അപ്പൊ ഞാൻ പറഞ്ഞു മാതാജി കുഴപ്പമില്ല, നമുക്കത് 51 ആക്കി കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കയറി കിടന്നോട്ടെ, 2 എണ്ണം അധികം വെച്ച് 51 ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 41 അന്നദാനായി. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇനിയിപ്പം 51 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി 10 എണ്ണം കൂടിയല്ലേ, അത് നമുക്ക് റൗണ്ട് ചെയ്ത് 11 ആക്കാന്ന് പറഞ്ഞു. കറക്റ്റ് ഇപ്പോൾ 2 എണ്ണം കുറവുണ്ട്. അത് സാരമില്ല, 110 എണ്ണം കൊടുക്കണ്ടെങ്കിൽ നമ്മളിപ്പോൾ 108 എണ്ണം കൊടുക്കുന്നുണ്ട്. വിഷയമില്ല, നമുക്ക് വൈകുന്നേരം കൊടുക്കാം. വസ്ത്രദാനം ഉണ്ട്, എല്ലാവരും കാണാൻ വരണം കേട്ടോ. വസ്ത്രദാനം പൂന്താനം തിരുമേനി അത്രയും ഒരു എന്താ പറയുക, ദരിദ്ര ബ്രാഹ്മണനായിട്ട് പാവം, ഓത്തില്ലാത്ത ഇല്ലത്തുണ്ടായിരുന്ന ഒരു പാവ മനുഷ്യനായിരുന്നു. നമ്മുടെ ഭാരത മണ്ണിൻ്റെ, നമ്മുടെ കേരള മണ്ണിൻ്റെ അഭിമാനമായിരുന്നു പൂന്താനം തിരുമേനി. അദ്ദേഹം ഗോലോകത്തിരുന്ന അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മൾ അന്നദാനം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആരൊക്കെയാണ് അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കണേന്ന് ഞാൻ വായിക്കാം. നമ്മൾ ആദ്യം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് 108 അന്നദാനം. ഇപ്പം ഞാൻ കൊടുക്കുന്ന അന്നദാനത്തിൻ്റെ എണ്ണമേ പറയുന്നുള്ളൂ കേട്ടോ. 110 എണ്ണം ഉണ്ട്, 2 എണ്ണം കുറവാണ്, വൈകിട്ട് കൊടുക്കാം. അങ്ങനെ 108 അന്നദാനം. എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല രുചികരമായ ഫുഡല്ലേ മാതാജി. മോരൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം ഇട്ട് നമ്മൾ അടിച്ചെടുത്ത്, നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലാത്ത ഭക്ഷണമാണ് കേട്ടോ. സാമ്പാറുണ്ട്, ചോറുണ്ട്, ഉണക്കമുളകുണ്ട്, പപ്പടമുണ്ട്. ഇല്ല அவங்க സാധാരണ ബസ് വെയിറ്റ് പണിയിട്ട് നിൽക്കുന്നത്. പിന്നെ പയറുതോരനുണ്ട്, മോര് സെപ്പറേറ്റ് ബോട്ടിൽ, പിന്നെ വെറൈറ്റി റൈസ് ഉണ്ട്, പുളി റൈസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. കാരണം കൊടുക്കുന്നവർ നല്ല വൃത്തിയിൽ കഴിക്കണം. പിന്നെ ലോക്കൽ ഇതിലൊന്നും അല്ല, പാക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. നല്ല നല്ല ബോക്സസ് വാങ്ങിയിട്ടല്ലേ മാതാജി നമ്മൾ കേസ് കണക്കിന് ബോക്സസ്. റിച്ച് ഫുഡാണ്, റിച്ച് പാക്കിംഗ് ആണ്. അപ്പം അങ്ങനെ തന്നെയാണ് കൊടുക്കണം. കാരണം കൊടുക്കുന്നവൻ നല്ല സന്തോഷമായിട്ട് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് മഞ്ജരീസിന് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. കൊടുക്കുന്നവർക്ക് തന്നെ വീണ്ടും കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ആ ഭക്ഷണം വാങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണം മഞ്ജരീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ക്വാളിറ്റിയും ടേസ്റ്റുമാണ്. ഓക്കെ, നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട്, വൃത്തിയായിട്ട്, ഭംഗിയായിട്ട്, രുചികരമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പം നമ്മളുടെ വീട്ടിലെ ഗസ്റ്റ് പോലെ തന്നെയാണ് ഈ പുറത്തുള്ള നമ്മുടെ തെരുവിൽ കിടക്കുന്നവരും. അവരും നമ്മളെ അച്ഛനമ്മമാരുടെ പ്രായം തന്നെയാണ്. എന്തോ കാരണം കൊണ്ട് അവർ പുറത്ത് തെരുവിലെത്തി, അതൊന്നും നമ്മൾ നോക്കണ്ട.
ജീവാത്മാക്കൾ തന്നെയാണ്. അവർക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുക. കാരണം ഇപ്പം ഞാൻ ഇടുന്ന ഈ ലൈവ് നിങ്ങളും കാണുന്നു, ഞാനും കാണുന്നു, അവർ വാങ്ങുന്നു, നമ്മൾ അങ്ങനെ പോകുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് തൃപ്തിയായിരിക്കണം നമ്മൾ ചെയ്യുന്ന ആ ഒരു സേവനം. അതുകൊണ്ടാണ് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ എക്സ്പെഷ്യലി മഞ്ജരീസ് കുടുംബത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മളെപ്പോൾ അന്നദാനം കൊടുക്കുമ്പോഴും നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്ന് 1, 2, 3 നിങ്ങളാൽ കഴിയുന്നത് 5, 10 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ച ഒരു അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ഉണ്ട്. അന്നത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഭക്ഷണം. കാരണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർത്ത് തെരുവിൽ ഭക്ഷണം കൊടുക്കും. ആ അച്ഛൻ്റെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് അന്ന് നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്ന് എത്രയോ അവർ പറഞ്ഞിട്ടുണ്ട് ആ അന്നദാനം കൊടുക്കും. നിങ്ങൾ എത്ര അന്നദാനം തന്നാലും നമ്മൾ പുറത്ത് കൊടുക്കാൻ റെഡിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ കൊടുത്തു. അങ്ങനെ വിശേഷ ദിവസങ്ങളെല്ലാം നോക്കി കൊടുക്കും. ഇതിനിടയിൽ ഒരു കാര്യം, ഞാനിവിടെ ജോലി ചെയ്യാണ് ചെന്നൈയിൽ. പെട്ടെന്ന് എനിക്ക് ഷൂട്ടൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ചില ദിവസങ്ങളിൽ വിട്ടു പോകാറുണ്ട്. അത് വിഷമിക്കരുത്. 99% നമ്മൾ ആ ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണ്, ബർത്ത്ഡേ ആണ്, കല്യാണ വാർഷികമാണ്, ഡെത്ത് ആനിവേഴ്സറി ആണ്, മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് അറിയിക്കുമ്പോൾ നമ്മൾ ആ ദിവസം കൊടുക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മാത്രം ആ ഡേറ്റ് ഒന്ന് എന്തെങ്കിലും യാത്രകളിലൊക്കെ ആണെങ്കിൽ സ്കിപ്പായി പോകും. പക്ഷെ അത് വരും ദിവസങ്ങളിൽ കൊടുത്തിരിക്കും. ഭയമാകും. അപ്പം ആഘോഷങ്ങൾ എന്തായാലും അത് മഞ്ജരീസിലൂടെ നമ്മൾ വസ്ത്രദാനമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ പാവങ്ങളായിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. തെരുവിലൊക്കെയുള്ള അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോരും ഇല്ലാത്തവരെ തേടി കണ്ടുപിടിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. ഇന്നത്തെ അന്നദാനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ്. നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 5 രൂപ 10 രൂപയ്ക്ക് എക്സ്ട്രാ ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം അത് നമ്മൾ മോര് ബോട്ടിലേക്ക് മാറ്റി, എക്സ്ട്രാ മോര് കൊടുക്കുന്നതിലേക്ക് മാറ്റിയപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നേരത്തെ 5 രൂപ 3 രൂപ 2 രൂപയ്ക്ക് ഇങ്ങനെ ബാലൻസ് വരും അന്നദാനം എടുത്തു കഴിഞ്ഞാൽ. അതെടുത്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മോരിലേക്ക് മാറി. നമ്മൾ എക്സ്ട്രാ മോര് കൊടുക്കാൻ തുടങ്ങി ഇവിടെ. കാരണം ബോട്ടിലാക്കിയിട്ട് അത് സെപ്പറേറ്റ് മോര് സ്പോൺസർ ചെയ്തവരുണ്ട്. കാരണം നമുക്ക് ഇവിടെ വെയിലായി തുടങ്ങി, ചൂട് സമയമായി തുടങ്ങിയപ്പോൾ എല്ലാവരും ഒത്തിരി ദാഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ബോട്ടിൽസ് വാങ്ങിയിട്ട്, കേസ് കണക്കിന് ബോട്ടിൽ വാങ്ങിയിട്ട് മോരടിച്ച് അതിൽ വെച്ച് പാക്ക് ചെയ്ത് മോര് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 2 ട്രാൻസ്പോർട്ടേഷൻ വരും നമുക്ക്. ഇതൊരു പാട്ടിയമ്മ சாப்பிட்டியான்னு கேளுக்கண்ணா. பாட்டி சாப்பிட்டியா? சாப்பிட்டீங்களா? சாப்பாடு மோர் இருக்கு பாட்டி, அதுல மோரெல்லாம் இருக்கு, சாப்பிடுங்க. வாங்க வாங்க அக்கா, இந்த பக்கம் வாங்க. அச்சோ, இது யாரு இது? இங்க பாரு. இன்னும் வேணும், இன்னொன்னு கொடுக்கவா? இனி வேணுமா? பாட்டிட்டு கீழே அச்சிட்டு கீழே ஆயாக்கு கூட. இன்னொன்னு வாங்கிக்கோ கண்ணா. பாட்டியம்மா மோர் இருக்கு, அதுல மோர். ஐயோடா அப்பா, മോരുണ്ടെന്ന് പറയുമ്പോഴേ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങ് വലിയ സന്തോഷമാണ് അല്ലേ? കാരണം അത്രയും വെയിലുണ്ട്, നമുക്ക് ഇവിടെ അത്രയും ചൂടുണ്ട്. മോസ്റ്റ്ലി ഒരു 700 ഒക്കെ വരും ഓട്ടോയ്ക്ക്. നമ്മൾ കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് ആണ്. അപ്പോൾ 700 ആണ് നമ്മളുടെ. அக்கா சாப்பிட்றீங்களா? வாங்க. ஒரு ஸ்பெஷல் எல்லாம் இருக்கு, மோர் எல்லாம் வச்சிருக்கு, பாட்டில் வெரைட்டி ரைஸ் எல்லாம் கொடுத்தாச்சுக்கா உங்களுக்கு. பாட்டி கொடுத்தாச்சு. பூ விற்கிற பாட்டியா? கொஞ்சம் வர சொல்றீங்களாக்கா? அப்படியா? வாங்கிக்கோங்க வாங்கிக்கோங்க. வாங்கம்மா. இந்த மோரெல்லாம் வச்சிருக்கம்மா. மோர் வெரைட்டி ரைஸ் எல்லாம் இருக்கு, டப்பா வச்சிருக்கேன். அவங்கள்ட்ட கொஞ்சம் வர சொல்றீங்களாக்கா? ஆ, வண்டி எடுத்துட்டு அதுக்குள்ள போயிடலாம். இந்தாங்கம்மா, வாங்கம்மா. ஆயாக்கு கொடுக்கலாமா? அதை வச்சுக்கோங்க, அதோ தரேன். வரீங்களா? வாங்க வாங்கம்மா. வேற புடவை இல்லையோ? ஈவினிங் எடுத்துட்டு வரவா? சரி, எடுத்துட்டு வரேன். நல்லா இருக்கம்மா. சரிங்கம்மா, தேங்க்ஸ் அம்மா, தேங்க்ஸ் அம்மா. இந்தாங்கப்பா, சாப்பிடுங்க. வாங்கம்மா. என்னம்மா?
ஆமாம்மா, சமைக்கல கொஞ்சம் லேட் ஆயிடுச்சு. மோரெல்லாம் இருக்குமா, அதில் வெரைட்டி ரைஸ் எல்லாம் இருக்கு. வாங்க வாங்க, சீக்கிரம் வாங்க. வரீங்களா? ஆ சரி சரி. ஐயோ, கழுவுறாங்க அவங்க, அதனால தான். ஆமா ஆமா, கரெக்ட். இன்னைக்கா? ஓ, யாகம் இருக்கு அன்னைக்கு. அது ஓபன் பண்ணி பாருங்க என்னெல்லாம் இருக்குன்னு. ஒன்னு ஓபன் பண்ணுங்கம்மா. மோர் செப்பரேட்டா வச்சிருக்கு பாட்டில். அப்படியா? மோர் அதே மாதிரி வெரைட்டி ரைஸ் எல்லாம் டப்பா எப்படி இருக்குன்னு பாருங்க. உங்களுக்காக ஸ்பெஷலா நான் டப்பா டப்பா வச்சிருக்கேன். காமிங்கம்மா. இருக்கா? காமிங்க. இருக்கா? இதோ மோர் இருக்கு, டப்பால வெரைட்டி ரைஸ் இருக்கு, தண்ணி பாட்டிலும் இருக்கு, மோரும் இருக்கு, எல்லாமே இருக்குது. உங்களுக்காக நான் கடையில போய் பாட்டில்ஸ் எல்லாம் கலெக்ட் பண்ணி. சரிங்க சரிங்க அக்கா. சாம்பார் எல்லாமே இருக்குது. இந்த வாங்கிக்கோ வாங்கிக்கோ வாங்கிக்கோ. சரிங்க, சாப்பிடுங்க சாப்பிடுங்க. அடுத்தடுத்துக்கு ஒரு அண்ணன் ஓடி வராங்க. வாங்க வாங்க. சாயந்தரம் எடுத்துட்டு வரமா. ஒரு 41 ஃபுட்டு ரெடி ஆயிட்டு இருக்கு. யார் இது? என்னடா பேர் என்ன? ஐயோ, பேச்சு வராதா? சாரி கண்ணா, பேச்சு வராது. സംസാരിക്കില്ല குட்டி. குடுக்குறேம்மா குடுக்குறேன். நைட்டுக்கு நான் எடுத்துட்டு வருமே. கிடைக்காம போனா கஷ்டம் இல்லை. குடுக்குறேன் கண்ணா, குடுக்குறேன். இந்த கண்ணா, இதோ அண்ணா உங்களுக்கு தான். இதோ ஒரு அம்மா வராங்க. തുടച്ചിട്ട് இருக்கிற അമ്മ. എങ്ങനെയുണ്ട് മഞ്ചേരീസിന്റെ പുതിയ പാക്കിംഗ് ഒക്കെ? മഞ്ചേരീസിന്റെ സ്റ്റിക്കറൊക്കെ അതിൽ ഒട്ടിക്കണം എന്നുണ്ട്, സമയമില്ല. അത് ഒട്ടിക്കായിരുന്നല്ലേ നമുക്ക്. എന്താങ്ങമ്മ സാപ്പിടുங்கம்மா. 2 എന്താங்கம்மா. அதேதான். வாங்க பாட்டி வாங்க. அதாயிருச்சு. நடக்க முடியலையா? என்னாச்சு? அப்படியா? சரியாயிடம்மா, கவலைப்படாத. ஓடாத மெதுவா வாங்க. நான் 108 சாப்பிடலாம். கோணி நான் நைட்டு எடுத்துட்டு வரணுமா? சாப்பாடு எடுத்துட்டு வரணும். இன்னும் சாப்பாடு வேணுமா? குடுக்கறாமா. அதுக்கு அப்படியெல்லாம் கேட்க கூடாது. குடு, அப்படி கேட்கணும். நான் உங்களுக்காக தான் எடுத்துட்டு வரேங்க. அப்படியெல்லாம் இல்லம்மா. புடவை இருக்குது, ஈவினிங் எடுத்துட்டு வரேன். இல்லம்மா, நீங்க பண்ணுங்கம்மா. அதுக்கு என்னம்மா? அப்படியெல்லாம் இல்ல. போலாமா? வரக்கா வேணுமாண்ணா? അതിനോട് ചേർന്ന് തന്നെയാണ് ശരഭമൂർത്തി. அம்மா வாங்க அம்மா, சாப்பாடு திருப்புங்க கண்ணா. வாங்க வாங்க. இப்படியே കാണാൻ പറ്റും. அப்புறத்து சைடு. பாட்டி வாங்க, சாப்பாடு. அவங்கள கூப்பிடுங்க. பாட்டி வாங்க. ഇവിടെ ശങ്കരാചാര്യരുടെ തനി സന്നദ്ധി ഉണ്ട്. 2 ஆமாப்பா. கோணிப்படி எனக்கு ஈவினிங் எடுத்துட்டு வரணும்மா. ആൾക്കാരും നമ്മുടെ അടുത്ത് ഭക്ഷണം മേടിക്കേണ്ട അവസ്ഥ വന്നു. അതെ സത്യം. இந்த பக்கம் வர சொல்லுடா. இந்த பக்கம் வந்துருங்க பாட்டி. இனி வேணுமாம்மா? அம்மா இந்த பக்கம் வாங்கம்மா, எடுத்து தரேம்மா. நம்ம வேற ஆளுங்களுக்கு கொடுக்குறோம். இந்தம்மா தண்ணி எல்லாம் உள்ள இருக்கு. தண்ணி, மோர் எல்லாமே உள்ள இருக்குது. பாட்டிலா வச்சிருக்கு. நான் செப்பரேட் வெரைட்டி ரைஸ் எல்லாம் இருக்கு. எடுத்துக்கோங்கம்மா. இந்தாம்மா தரேம்மா. ஒரே செகண்ட் அம்மா. 2 பக்கம் கொடுக்கும்போது இதாயிடும். சீக்கிரம் எடுத்துக்கோங்கண்ணா. இதோ தரேம்மா. இன்னும் ஒன்று வேணுமா?
உங்க தமிழ்நாடு சாம்பார் மாதிரி ஆகாது. நான் கேரளா, நான் எனக்கு தெரிஞ்ச மாதிரி சமைச்சிருக்கிறோம். ஆமா ஆமா. கொடுங்கம்மா, கொடுங்க கொடுங்க. கண்ணா ஒன்று எடுத்து கீழே வைப்பா. ബാഗ് എന്താങ്ങപ്പാ. പൂന്താനം തിരുമേനിയുടെ പിറന്നാൾ ദിവസം എത്ര മനോഹരമായിട്ടാണ് നമ്മൾ 108 പേർക്ക് അന്നദാനം ചെയ്യുന്നത് നോക്കിക്കേ. ഇങ്ങെല്ലാം ആയിരിച്ചാ വേണമ്മ. എന്താ இந்த ஒரு அம்மா வராங்க. அது அவங்களுக்கு ஒன்று கொடுக்கணும். உள்ள வரணுமா? சரி. இதோ அம்மா ஒரு நிமிஷம் எடுக்கட்டோம்மா எடுக்கட்டும். வராங்க ஃபுட் எடுத்துட்டு இதோ கொடுக்குறேண்ணா. ரெண்டுமே எடுத்து கீழே வச்சுடுங்க கண்ணா. கொடுப்பேன். இன்னும் ஒன்று வேணுமா? ரெண்டு என்னம்மா? அந்த சைடு கொடுத்தாச்சுமா, இனி இந்த சைடு கொடுக்க போறோம். வா திருப்பலாமா தம்பி? ஹரே கிருஷ்ணா. கிடைச்சிருச்சம்மா? சாப்பாடு கிடைச்சதா? இதோ அவங்களுக்கு கண்ணா. இந்தாங்கம்மா. ஒரு பாட்டில் மோர், ஒரு பாட்டில் தண்ணி. ஆயிரத்துல இன்னும் இருக்கு, வேணுமா? ஐயோ அவ்வளவுதான். ஆனா அந்த இடத்துக்கு போனா வச்சுக்கோங்க அம்மா சாமி നമ്മളെ സാവടിച്ചിടുங்கടാ. ഇനി തിരിച്ച് നമ്മളെ പോണ നമ്മുടെ അന്നദാന കോട്ടയിലേക്കാണ്. ആൾക്കാർ നമ്മളിങ്ങ് എന്താ പറയാ കൊത്തി അങ്ങ് നുറുക്കി കളയും. ആ രീതിയിൽ சாப்பிடுங்க அம்மா. இன்னும் வேணுமா? ஏந்திரிக்க முடியலையோ? இந்தாங்கம்மா. இதோ வா கண்ணா கொடுக்குறேன். புடவை ஈவினிங் எடுத்துட்டு வரேம்மா, சாயந்தரம். கண்ணா எங்கடா? என்னம்மா? இந்தாம்மா ஆன்ட்டி இதை கொடு. இந்தாங்க. அம்மா நாராயணா. இருக்கு. நல்லா இருக்கா? சாம்பார் நல்லா இருக்கா? எனக்கு தெரிஞ்ச மாதிரி சமைச்சிருக்கிறோம். புடவை இருக்கு, ஈவினிங் எடுத்துட்டு வரேன். ஒன்று எடுத்துட்டு வரேன். அம்மா இருக்குமா, நான் சாயந்தரம் எடுத்துட்டு வரேன். வாயில் புடவையா? சரி நான் எடுத்துட்டு வந்துடுறேன். சரியா? சரி வரேன். நீங்க அங்கே இருங்க, நான் எடுத்துட்டு வந்துடுறேன். ஆமா சரி. வேணுமா புடவை? ஈவினிங் சாயந்தரம் வரேன். சாப்பாடா? 2-3 ஆட்களுக்கு ഈ സൈഡ് കൊടുത്താ அது பரவாயில்ல. கொண்டு வரேம்மா. இன்னும் வேணுமாம்மா? தரேன். இந்தாங்கம்மா. சரிங்கம்மா, சாப்பிடுங்க. போலாமா? இன்னுം இருக்கா? ഒരു ചാക്കേ ഉള്ളൂ. അവിടെ കൊണ്ടേൽ ആൾക്കാർ നമ്മളെ തിന്നുകളെ. ஒரு பாட்டி பார்த்துட்டே இருக்குது பாரு. இதோ இந்த அம்மா. இதோ சாப்பாடு வேணுமா பாட்டி? வாங்க. இந்தாங்கம்மா. இதோ போலாமா? ഹരേ കൃഷ്ണ. നൂറ്റിയെട്ട് പേരുടെ ഭക്ഷണം നമ്മൾ എത്ര എളുപ്പമല്ലേ കൊടുക്കണേ. ആർക്കും വാങ്ങിച്ചു அவங்களுக்கெல்லாம் கொடுத்தாச்சு. அவங்களுக்கும் கொடுத்தாச்சு. കോട്ടയ്ക്ക് പോണ്ട, വൈകിട്ട് പോയാൽ അതെ അവിടെ പോയാൽ 5 പേര് പഠിച്ച് ബാക്കി അവിടെ എല്ലാവരും പൊതിയും. അതെ, അവിടെ നിറയെ ആൾക്കാരുണ്ട്. നമ്മളെ അങ്ങ് തിന്ന് കളയുമ്പോൾ മതിയാവില്ല. എത്ര ചോറുണ്ട് ഇനി? കൂടി പോയാൽ 10 ചോറുണ്ടാവുള്ളൂ. 10 ചോറേ ഉള്ളൂ. ഇത് കൊണ്ടിട്ട് പോയാൽ അവിടെ തികയില്ല. 10 ഇരിക്കും കണ്ണ. ഏതോ കുറവുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പോവാ. பாட்டி சாப்பாடு சாப்பிட்றியா? வாங்க. சாப்பாடு வேணுமா? கண்ணு தெரியாதா? இந்தாம்மா சாப்பாடு. இந்தா போதுமா ஒன்று? ശരി. അവിടെ അത് ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. அந்த ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ സമയത്ത് നമ്മൾ ആ ചോറും കൊണ്ട് ചെല്ലുമ്പോൾ എന്താ പറയാ അല്ലേ,
അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം വിശന്നിട്ടുണ്ടാവുമ്പോൾ അയ്യോ ഈ ഭക്ഷണം തരുന്നവന് കോടി പുണ്യം കിട്ടും. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും വിശന്ന് ദാഹിച്ചു വലഞ്ഞ വ്യക്തികൾക്ക് നമ്മൾ തേടി തേടി കൊണ്ടു കൊടുക്കുക. ഹരേ കൃഷ്ണ. എന്ത് പറയണമെന്നറിയില്ല. ട്രാൻസ്പോർട്ടേഷൻ ആരാണോ സഹായിക്കുന്നത് അതൊന്ന് മെസ്സേജ് ഇട്ട് വെക്കണേ എനിക്ക് വാട്സപ്പിലേക്ക്. ഞങ്ങളാണ് ചെയ്യുന്നത്. മോന് കൊടുക്കുന്നത് 700 രൂപയാണ് ട്രാൻസ്പോർട്ടേഷന്. അയ്യോ അയ്യോ அந்த அம்மா பின்னாடி போய் பிடிச்சு வச்சுக்கோங்க, அவ்வளவுதான். ஐயோ அது திருப்பி அடிச்சிருப்பேன் நம்மள. கண்டிப்பா நம்ம 2 பேரும் இங்க இருந்து ஓடுவோம். ஐயோ தம்பிக்கு அடி வந்துருச்சுடா, நம்ம ஓடுவோம். ഹരേ കൃഷ്ണ. നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ കൂടാട്ടോ. അപ്പോൾ അവർക്ക് ആ സന്തോഷം കണ്ടില്ല. നമ്മൾ അത്രയും സ്പെഷ്യൽ ഫുഡ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പം അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം. വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ ഭക്ഷണം. ഇതോ ഒരു അമ്മ இருக்குது பாருங்க. இதோ கண்ணா இந்த பக்கம். சாப்பிட்டியாக்கா? சாப்பிட்டீங்களா? வாங்க. என்ன திங்க் பண்ணிட்டு இருக்கீங்க? யோசனையா இருக்கீங்க? சாப்பிடுங்க சரியா? ഒന്ന് പോതുമാ? പാവം വിശന്നിരിക്കുമായിരിക്കും അല്ലേ? അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യും എന്ന ആലോചനയിൽ ഇരിക്കുമ്പോൾ മഞ്ജരീസ് അവരുടെ മുമ്പിലേക്ക് ഭക്ഷണമായിട്ട് എത്തുന്നു. എന്താ ഒരു ഭംഗി! അതിൽ പല സന്തോഷം എന്താണല്ലോ അല്ലേ? അതും നമ്മളുടെ അന്നദാന വണ്ടി വരുമ്പോഴേക്കും ഓടി വരുന്നുണ്ട് ആൾക്കാർ. നമ്മളുടെ പോയിട്ടില്ല. ആ ഒരു ഡെയിലി സെക്ഷനിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. അവിടെ കയറാനുള്ള അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മുടെ അന്നദാന വണ്ടി കാണുമ്പോഴേക്കും ആൾക്കാർക്ക് അറിയാം അതാണ് മഞ്ജരീസിന്റെ ടേസ്റ്റ്. അതൊരിക്കലും നമ്മൾ കുക്കിംഗ് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടല്ല കേട്ടോ. ഭഗവാന്റെ ഒരു കയ്യൊപ്പ് അതിലുള്ളത് കൊണ്ടാണ് ആ ഒരു രുചി വരുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ മഞ്ജരീസിന്റെ അന്നദാന വണ്ടി കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓടി വരുന്നുണ്ട് ഭക്ഷണത്തിന്. അവർക്കറിയാം ഇന്ന വണ്ടിയിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ആ വരുന്നത് എന്നുള്ളത്. അവർക്കിടയിൽ തന്നെ ഒരു ചർച്ചയാണ് നമ്മുടെ ഫുഡ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പാക്കിംഗ് എന്നൊക്കെ. നമ്മുടെ നല്ല നല്ല കണ്ടെയ്നറൊക്കെ വാങ്ങിച്ച്, അല്ലാതെ നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ ഇതാക്കിയിട്ടല്ല. നല്ല കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ് ഇതെല്ലാം വാങ്ങി നമ്മൾ വെൽ പാക്കിംഗ് ആയിട്ടാണ് ഫുഡ് പുറത്ത് കൊടുക്കുന്നത്. അവർക്കതൊരു വൃത്തിയിൽ കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പപ്പടം, കൊണ്ടാട്ടം, മോര് ബോട്ടില്, വാട്ടർ ബോട്ടില്, ചോറ്, സംടൈംസ് അച്ചാറുണ്ടാവും, അവിയലുണ്ടാവും, പിന്നെ എന്താ പറയുക തോരൻ, പിന്നെ ചെറുപയർ തോരൻ, വെറൈറ്റി റൈസ്, പുളി റൈസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതാ കാര്യം. അവരുടെ സന്തോഷം നോക്ക്. നമ്മൾ ധൈര്യപൂർവ്വം അവർക്ക് വീണ്ടും കൊണ്ടു കൊടുക്കല്ലേ. അപ്പൊ അവർക്കറിയാം ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഫുഡാണ് എന്ന്. അവരെന്നെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, മാതാജി അമ്മ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുന്ന ഭക്ഷണം വായ വെക്കാൻ കൊള്ളില്ല അമ്മ, ഞങ്ങൾ അങ്ങനെ കളഞ്ഞു, വേസ്റ്റ് ഭക്ഷണമൊക്കെയാണ് കൊണ്ടുതരിക. അതായത് ഇങ്ങനെ അവർ കല്യാണമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും എന്താ പറയുക ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. നമ്മളതല്ല, നമ്മൾ അതിനു വേണ്ടി പർച്ചേസിന് പോയി സാധനങ്ങൾ വാങ്ങി അത്രയും വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്ത്, അരിയൊക്കെ നല്ല അരി, നമ്മൾ കർണാടക പൊന്നി അരിയൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത്, അത്രയും ചൂട് ചൂട് ചോറ്, സാമ്പാറൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എന്തൊരു ചൂടാണെന്നറിയാമോ? എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഈ മാതാജി പറഞ്ഞുതരും. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നല്ല നടുവേദനയായിരിക്കും 100 പേരുടെ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും. കാരണം ഉണ്ടാക്കുന്നതും ഞങ്ങൾ തന്നെ, പാക്ക് ചെയ്യുന്നതും നമ്മളൊക്കെ തന്നെ. ഒരു 3-4 പേര് ചേർന്നിട്ട് ഞങ്ങളതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഉണ്ടാക്കി. സാമ്പാറിലൊക്കെ നല്ല ജീരകവും ഉലുവയും എല്ലാം ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പായിട്ട്. അപ്പം അതുകൊണ്ട് കിട്ടുന്നവർക്കുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ സുരേഷ് മോനപ്പൻ മുതലാളി പറഞ്ഞ ഉഷാമേനെ ഞാനിപ്പോൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു അമ്മേനെ, ഗുരുവായൂരിന്ന് വന്ന ഒരമ്മ. ആ അമ്മയ്ക്ക് മുതലാളി പറഞ്ഞിരുന്നു 2 നൈറ്റിയും ഒരു ബെഡ്ഷീറ്റും ഒരു 501 രൂപയൊക്കെ കൊടുക്കാൻ. ഇതിപ്പോൾ ലൈവിൽ പറഞ്ഞത് എനിക്കിപ്പോൾ വേറെ ചീത്ത കേൾക്കും, അത് വേറെ കാര്യം. അത് സാരമില്ല, കുഴപ്പമില്ല, മുതലാളിയോട് ഞാൻ കേട്ടോളാം. അപ്പം അത് റെഡിയാണ്. വൈകുന്നേരം ഞാൻ ആ അമ്മയെ അവിടെ കണ്ടുപിടിച്ച് അത് കൊടുത്തോളാം. ഓക്കെ, അമ്മയ്ക്കുള്ള 2 നൈറ്റി, ഒരു ബെഡ്ഷീറ്റ്, ഒരു 501 രൂപ, അത് റെഡിയാണ് മുതലാളി, ഞാൻ കൊടുത്തോളാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മുടെ എന്താ പറയുക അന്നദാനത്തിന് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ആ പൈസ
കുട്ടി കുട്ടി കിട്ടുന്ന 1-2 രൂപ എല്ലാം ചേർത്ത് വെക്കുന്നത് നമ്മൾ മോര് ബോട്ടിലേക്ക് മാറ്റി. കാരണം ഇവിടുത്തെ ചൂട് അതാണ്, ഭയങ്കര ഒരു ഹ്യൂമിഡിറ്റിയാണ്. അപ്പം അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാത്രം ഒന്ന് സഹായിക്കുക. ഹരേ കൃഷ്ണ, ഒന്നും തോന്നരുത്. 2 ട്രാൻസ്പോർട്ടേഷൻ വരും ഇന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് 700 രൂപയാണ്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈവനിങ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അപ്പോൾ ഒന്ന് സഹായിക്കുക. തരുന്നവരാരായാലും അവരുടെ പേരൊന്ന് വ്യക്തമായിട്ട് മഞ്ജരീസിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ ആരുടെ പേരിലാണോ ട്രാൻസ്പോർട്ടേഷൻ, അതായത് അന്നദാനം കൊണ്ടുപോകാൻ സഹായിച്ചത് ആരാണെന്നുള്ളത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മഞ്ജരീസിലൂടെ ഒരു കാരണവശാലും അന്നദാനം തരുന്നവരുടെ പേര് വ്യക്തമാക്കാതിരിക്കില്ല, നിർബന്ധമായും വ്യക്തമാക്കും. അത് മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഹരേ കൃഷ്ണ. ഓക്കെ, ഏറ്റുമാനൂർ ഉത്സവമാണ്. അയ്യോ, മഹാദേവനോട് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം എൻ്റെ പൊന്നും മോനപ്പം മുതലാളി. എന്നതിത് മുരിങ്ങ ഇല്ല, വേപ്പില. നമുക്ക് ഏറ്റവും റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന ഭക്ഷണം കഴിക്കാത്തവർ ആരാണെന്ന് നോക്കി കണ്ടെത്തി കൊടുക്കലാണ്. നമ്മൾ ചെന്നൈയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു മഞ്ജരീസ് കൂട്ടായ്മ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാരമ്മ அந்த தாத்தா அச்சோ ഒരു ചെറിയൊരു ഗ്രൂപ്പ് മഞ്ജരീസിൻ്റെത് നമ്മുടെ മഞ്ജരീസ് ക്ലാസ് കാണുന്ന മഞ്ജരീസ്. താങ്ക് യു ഹരിപ്രഭു. കണ്ടോ, മുതലാളി പ്രാർത്ഥിക്കാന്ന് പോലും പറഞ്ഞില്ല, പക്ഷെ ഹരിപ്രസാദ് സാറ് പറഞ്ഞോ പ്രാർത്ഥിക്കാന്ന്. ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ എപ്പോഴും ഇതുപോലെ അന്നദാനം ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഭഗവാൻ തന്നാൽ മതി, എനിക്ക് അത്രേ വേണ്ടു. കാരണം നിങ്ങൾ ലൈവിലൂടെ കാണുന്നത് പോലല്ല, ഇത് കൊടുക്കുമ്പോൾ ഒരു ഫീല്, ഇത് കൊടുക്കുമ്പോൾ അവർ വാങ്ങുമ്പോഴുള്ളൊരു ലൈവിൽ പറയരുതെന്ന് മോനപ്പം മുതലാളി എന്നോട് പറഞ്ഞതാ. എനിക്കുള്ളത് കിട്ടും, ഉറപ്പാ, സാരില്ല. എന്നപ്പാ எத்தனை இருக்கு? 7-8 இருக்குமா? வடபள்ளி நிறைய க்ரௌடா இருக்கும். அங்க எல்லாம் தெரிஞ்சு முன்னாடி இருக்கணும் கொடுத்துடலாம். எல்லாம் தெரிஞ்ச தாயிங்க தெருவில் ഫുഡ് കൊടുത്ത് இந்த பக்கம் வரலையம்மா நீ, இந்த பக்கம் வரலைയம்மா നീ എന്ന് പറയും. ഞാൻ എങ്ങനെ പോകാൻ എല്ലാ സ്ഥലത്തേക്കും? എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കും, മഞ്ജരീസ് വരുന്നുണ്ടോ എന്ന്. എല്ലാവർക്കും കൊടുക്കാൻ മാത്രമുള്ള ഫുഡ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ എന്നമ്മ അപ്പൊ നമ്മുടെ இல்ல அது போற வழியில இது கொடுத்துடலாம்ல. லைவ் போனது ஃபுட்டு கொடுக்கறது 2 ஒண்ணா நடக்குமா? சரி, பார்த்துட்டே போல, ஒன்றும் பிரச்சனை இல்லை, கொடுத்துடலாம்ல அக்கா. ஆமா, ஏன்னா கொடுத்துடலாம். இல்லை, இப்போ போற வழியில எல்லாம் யாராவது இருந்தா அப்படியே கொடுத்துட்டு போயிடலாம். சரியா? அவங்க கூட சாப்பிடுவாங்க. வேஸ்டெல்லாம் எடுக்கணும், பாவப்பட்ட ஆൾക്കാരുണ്ട്, അവരെല്ലാം ഒരു നേരത്തെ പട്ടിണി പാവങ്ങളാ. അത് அப்பா சாப்பிட்டியா? வாங்க, இந்தாங்க சாப்பிடுங்க. எத்தனை பேர் இருக்கப்பா? இருக்கா? அந்த பக்கம் யாரும் இருக்குது ஒரு தம்பி இல்லையாம்மா? சரிங்கப்பா. சாப்பிட்றீங்களா? சாப்பிட்டியா? சரிங்க. താങ്ക് യു മുതലാളി. പോകുന്ന വഴിക്ക് എന്നെ ഇറക്കിയിട്ട് അങ്ങനെ പോവാലോ? ഓക്കെ, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളാം, ഇവിടെ വെച്ചാൽ മതി. താങ്ക്സ് മാ, താങ്ക് യു സോ മച്ച് ഹെൽപ്പ് ചെയ്യാൻ വന്നതിൽ. എങ്ങനെയുണ്ട് നമ്മുടെ അന്നദാനം? എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി അതെ ഓടിക്കൊണ്ടിരിക്കണല്ലേ. പാക്കിംഗ് ആണ് കുറച്ച് ലേറ്റ് ആവുന്നത്, പക്ഷേ ഇന്ന് മുതൽ നമുക്ക് കുറച്ചുകൂടി ഈസി പാക്കിംഗ് ആയി. ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ് ആയപ്പോൾ കുറച്ച് 1 രൂപ മതിയാണെങ്കിൽ കൂടിയും കുറച്ച് നമുക്ക് 1 രൂപ അധികം ആണ് ഇതിന് കണ്ടെയ്നേഴ്സിനെല്ലാം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി പാക്കിംഗ് ആണ്. പെട്ടെന്ന് നല്ല ഒരു ഫുഡായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ആ പാക്കിംഗ് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ, ഒരുപാട് എപ്പി പോലാമാ? ഇത് ശ്രീദേവി കുപ്പൻ റോഡ് தானே தம்பி? இது ஸ்ரீதேவி இல்ல சின்மயா நகர். அது வல்சரவாக்கத்துல இல்ல, சின்மயா நகர். இது இங்கெல்லாம் யாராவது இருக்கான்னு பாருங்க. இன்னும் எத்தனை இருக்குமா? 7-8 தான் இருக்குது. சிவன் கோயில். ஆமா, அங்க இருக்கும். ஆனா இந்த டைம்ல இருக்குமான்னு தான் யோசிக்கணும். சரி, ஓகே. இல்ல அக்காக்கு அந்த இது பாட்டில் வாங்கணுமே. ஓகே.
ஓ அந்த சிவன் கோவில் சொல்றீங்களா? நான் வலசரவாக்க மெயின் ரோட்ல இருக்கிற சிவன் கோவில் நினைச்சேன். அங்கே யாரும் இருக்க மாட்டேங்குது, அதுதான் சொன்னேன். அங்க இருக்க மாட்டாங்க. கரெக்ட். இப்போ அக்காக்கு வந்து மோர் ஆக்குற அந்த பாட்டில் வந்து ஒரு கேஸ் பாட்டில் ஒரு கேஸ் போதும்ல, ஒரு கேஸ் வேணும். அப்புறம் வந்துட்டு தண்ணி பாட்டில் வேணும் ஒரு 5 கேஸ். പരിപ്പ് വാങ്ങണം. പരിപ്പ് സാമ്പാർ പരിപ്പ്. അടുത്ത അന്നദാനം ഉണ്ടല്ലോ. ഇനി നമ്മുടെ ഗുരുവായൂർ കൊടിയേറ്റല്ലേ വരുന്ന 28-ന്. അന്നത്തെ ദിവസവും നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ 25-ാം തീയതി നമ്മൾക്ക് ഒരു മാതാജിയുടെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്, അന്ന് അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വാങ്ങണ്ടേ? അപ്പം ഈ യാത്രയിൽ അതെല്ലാം മേടിക്കാം. ഹരേ കൃഷ്ണ. ഒരു ദിവസമാണ് അന്നദാനത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ കംപ്ലീറ്റ് ആവുന്നത്. பைக் இருக்கா ரைட் சைடில் இல்லை லெஃப்ட் சைடில் அந்த பைக்கு தாண்டி ഇങ്ങേപ്പാ? ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ. ഓ ഇവിടെയാണോ മാതാജി? ശരി ശരി, ഓക്കെ മാതാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഫുഡ് മട്ടും വെളിയിൽ എടുത്ത് വെക്കിറിയടാ ഇതിൽ പക്ഷെ എല്ലാം വീട്ടിലായതുകൊണ്ട് മേലെ വെക്കാതിരിക്കണം. അല്ല സീക്കിരം എടുത്ത് കൊടുത്തുള്ള അതൊക്കെ കാണാം. ലീക്കായിട്ട് അല്ല, ആ ഒന്ന് മാത്രമേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 2, 4, 6. ഒരു മിനിറ്റേ. അതിങ്ങനെ വെച്ചിട്ട് മേലെ മേലെ വെച്ച് 7, 8, 3 മോര് ഇത്തിരി തിരിപ്പില്ലേ. താങ്ക്സ് മാതാജി, താങ്ക് യു സോ മച്ച്. ശരി മാ, ബൈ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒരു മാതാജിയാണേ. ഇവിടെ ചെന്നൈയിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, മഞ്ജരീസിൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആണ് കൊടുക്കുന്നത്. പാവം രാവിലെ വരും ഒരു 8 മണിയാകുമ്പോഴേക്കും. എന്നിട്ട് കുക്കിങ്ങിന് പാക്കിങ്ങിന് എല്ലാം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് മാതാജിമാരുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളൊരു നാമസങ്കീർത്തന ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ചെന്നൈയിൽ. മഞ്ജരീസ് മലയാളി കൂട്ടായ്മ. ഈ ഒരു മലയാളി അസോസിയേഷൻ ആവും മിക്കവാറും. ഇവിടുത്തെ അസോസിയേഷൻ എന്നെ ഓടിക്കും. എന്താപ്പത് ഞങ്ങളെ വിട്ടിട്ട് വേറെ അസോസിയേഷൻ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും. എനിവേ ഒക്കെ സന്തോഷം തന്നെ. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു നാമസങ്കീർത്തന ഗ്രൂപ്പൊക്കെ മഞ്ജരീസിൻ്റെ ഇവിടെ ആയി വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും മിക്കവാറും അവിടെ നിന്നൊക്കെ ചെന്നൈയിലേക്ക് കുടിയേറുമായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് കുറേ ക്ഷേത്രങ്ങളിൽ ഞങ്ങളിങ്ങനെ തിരുപ്പതി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ നാമസങ്കീർത്തനം ചെയ്യാൻ, വിഷ്ണു സഹസ്രനാമ പാരായണം, ദേവി മഹാത്മ്യ പാരായണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് ഇവിടെ ചെന്നൈയിൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അന്നദാനം, കുക്കിങ്, പാക്കിങ്, അതൊക്കെ മഞ്ജരീസ് മലയാളി കൂട്ടായ്മ എല്ലാവരും കൂടെ ചേർന്നിട്ട്, ക്ലാസ് കേൾക്കുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം പാക്കിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കും. വെറൈറ്റി ഫുഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഭഗവാൻ തന്നൊരു കാരുണ്യം. ഹരേ കൃഷ്ണ. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ എല്ലാം കവറ് മാക്സിമം ഈ സാമ്പാറൊക്കെയാണ് നമ്മൾ കവറിൽ പാക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാം കണ്ടെയ്നേഴ്സിലേക്കാക്കി. വേറെ ഒന്നും കൊണ്ടല്ല, സാമ്പാറും കണ്ടെയ്നറിലാക്കിയാൽ സന്തോഷം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആവും അപ്പോൾ ഫുഡിന്. അതുകൊണ്ടാണ് മാക്സിമം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. വരൂ എല്ലാവരും വരൂ. ഞാനും വരുന്നുണ്ട് ചെന്നൈയിലേക്ക്. ഇന്ന് വരൂ സുധി, എല്ലാവരും വരൂ. നമുക്കിവിടെ ഒരു കൂട്ടായ്മയായിട്ട് അങ്ങോട്ട് കൂടാതെ. ഹരേ കൃഷ്ണ. എല്ലാവരും വരും. എല്ലാവർക്കും സ്വാഗതം. ധൈര്യമായിട്ട് പോരെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ നല്ല സന്തോഷമാവും. നമ്മളുടെ ആ കൂട്ടായ്മയിലേക്ക് എന്താ പറയുക, ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പക്ക ബ്രാഹ്മൺ കൾച്ചറാണ്. പൊതുവേ നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രാഹ്മൺ കൾച്ചറാണ്. എങ്കിൽ കൂടിയും ആഘോഷങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇനി ഞങ്ങളെ വേണ്ടേ? ചെന്നൈക്കാരോടാ സ്നേഹലേ? ഒരിക്കലും ഇല്ല മുതലാളി,
ഒരിക്കലില്ല. മഞ്ജരീസ് ഉണ്ടാക്കിയതും മഞ്ജരീസ് വളർന്നതും എല്ലാം നമ്മുടെ കേരളത്തിലെ മക്കളുടെ അനുഗ്രഹം, അവരുടെ സപ്പോർട്ട് തന്നെയാണ്. മഞ്ജരീസ് സ്റ്റാർട്ട് ചെയ്തത് ചെന്നൈയിൽ നിന്നാണ്, നമ്മുടെ കിച്ചൂട്ടൻ്റെയും രാധാറാണിയുടെ അടുത്തുനിന്ന്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരിക്കലും നമ്മൾ വ്യത്യസ്തരല്ല. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അന്നദാനം കൊടുക്കാറുണ്ട് അല്ലേ? വൃന്ദാവനത്തിൽ പോയപ്പോൾ നമ്മൾ 600ഓളം പേർക്ക് നമ്മൾ അന്നദാനം കൊടുത്തു. ഇതൊക്കെ പക്ഷെ അത് ഫുഡ് വളരെ എന്താ പറയുക, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതിലൊരു മനസ്സംതൃപ്തി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഗ്രൂപ്പിലിട്ടില്ലേ, ഇത്രയും ഡിഷസ്, ഇത്രയും പാക്കറ്റ്സ്, ഇത്രയും കണ്ടെയ്നേഴ്സിലൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സ്റ്റേറ്റ് വിട്ടാൽ പിന്നെ നമ്മൾ ഈ സ്ഥലം വിട്ടാൽ പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. പക്ഷെ ഇത് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം ഐറ്റംസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും വരും, ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അന്നദാനങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടായാൽ എനിക്ക് കുറച്ചും കൂടി ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എനിക്ക് ഫ്രീ ആവാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ബോട്ടിൽ വാങ്ങണമെങ്കിലും വെള്ളം വാങ്ങണമെങ്കിലും കവേഴ്സ് വാങ്ങണമെങ്കിലും പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങണമെങ്കിലും എല്ലാം ഞാൻ തന്നെ ഇങ്ങനെ പോകണം. എന്നാലും സാരമില്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ, എല്ലാം നടക്കുമെന്നേ. അപ്പോൾ ഇന്നത്തെ ഫുഡ് പാക്കിംഗ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും ഇമേജസ് ഗ്രൂപ്പിൽ വരുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടാലൊരു സന്തോഷമില്ല. ഇത്ര ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലാണ് ഫുഡ് പുറത്തേക്ക് പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. മോര് വേണമെങ്കിൽ എനിക്ക് കവറിൽ പാക്ക് ചെയ്യാം, പക്ഷെ അത് വേണ്ട, നമുക്ക് ബോട്ടിലിൽ തന്നെ കൊടുക്കണം. ബോട്ടിലൊക്കെ റേറ്റ് കൂടുതലാണെങ്കിലും പ്രശ്നമില്ല, ലോക്ക്ഡ് ബോട്ടിൽ തന്നെ കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. കാരണം അത് കിട്ടുന്നവനൊരു സംതൃപ്തിയുണ്ട് അല്ലേ, അതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ അങ്ങനെ ചെയ്യാൻ കൊടുക്കുന്നത്. അങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്, നല്ല വൃത്തിയുള്ള ഫുഡ് എന്നുള്ളത്. അപ്പോൾ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 93, പലരും എന്നോട് നമ്പർ പതുക്കെ സ്പീഡ് കുറച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്, 93 42 49 49 41. ഇതാണ് മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എന്താ പറയുക നിർദ്ദേശങ്ങൾ, ഇതെല്ലാം മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് തരിക. നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് വേണ്ട രീതിയിൽ വിശകലനം ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള റിപ്ലൈ വരുന്നതായിരിക്കും. മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ ഒരു വട്ടം കൂടി പറയുന്നു, 93 42 49 49 41. നിങ്ങളുടെ എന്താ പറയുക, അതെ അതെ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ ഹാപ്പിയാണ് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിൽ. ഞാൻ ആദ്യമേ ഇങ്ങനെ ബോട്ടിൽസിലേക്ക് മാറ്റണം എന്ന് ഓർത്തു, പക്ഷേ എനിക്ക് നടന്നില്ല. പിന്നീടാണ് അത് കുറച്ചും കൂടെ ഞങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത്. ഐറ്റംസ് എല്ലാം കൂടുതൽ ഐറ്റംസ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ചൂട് സീസൺ ആയതുകൊണ്ട് എക്സ്ട്രാ മോരൊക്കെ കൊടുത്തു തുടങ്ങി. അത് ബോട്ടിൽ കിട്ടുമ്പം ജ്യൂസ് കുടിക്കുന്നത് പോലെ അവർക്ക് കുടിക്കാം. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താ പാട്ട് കേട്ട് പരത്തമ്പി എന്താങ്കപ്പാ, ഒന്ന് പോതുമാപ്പാ. നിങ്ങൾ ആരോ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഭക്ഷണമാണത്, കണ്ടില്ലേ? വിശക്കുന്നവന്റെ മുമ്പിലേക്ക് ആ ഭക്ഷണം എത്തുന്നത്. നമ്മൾക്കിനി ചൂട് സീസൺ ആയതുകൊണ്ട് കൂടുതൽ ഐറ്റംസ് കൊടുക്കണമെന്ന് നമ്മളിങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണങ്ങളും സാധനങ്ങളും എല്ലാം. അന്തമ്മ വാങ്ങുവീங்களா കേട്ട് பார்க்கலாம். அம்மா சாப்பிட்டியாம்மா? சாப்பிட்டியா? வாங்கம்மா, அப்பா வாங்க. ஒன்று போதுமாம்மா? இல்லைம்மா நான் எடுத்துகிட்டு வரல. இந்தாங்க, ஒன்று போதுமாம்மா? ஆ சரி. ஐயோ இன்னும் ஒன்று வேணுமா? இல்லை, ஓ தோங்க. அப்படியா? ரெண்டு போதுமா உங்களுக்கு? சரிங்க. அதான் நான் புடவை நினச்சிதான் எடுத்துகிட்டு வரலாம் சொன்னது. சாரி அம்மா. சரிங்க. மோர் பாட்டில் எல்லாம் இருக்கம்மா, அதில் தண்ணி பாட்டிலும் இருக்குது. ஐயோ நான் கேட்டதே இல்லை, அவங்க 2 கேட்டது. இனி ஒரு 3 இருக்குது தம்பி. കഴിക്കാതെ വിശന്ന് റോട്ടിലിരിക്കുന്ന ആളുകളെ തേടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക. മഞ്ജരീസിൻ്റെ വണ്ടി കാണുമ്പോഴേ അവരെല്ലാവർക്കും അറിയാം. എന്തോ ഇന്തപ്പാ அப்பா சாப்பிட்டியா? வாங்கப்பா. ஒன்று போதுமா?
சரிங்கப்பா வாங்க வாங்க சார். இந்த 2 தான் இருக்கு, 3 தான் இருக்கு, வச்சுக்கோங்க. மோரெல்லாம் அதில் இருக்கு, தண்ணி பாட்டில் எல்லாம் இருக்காப்பா. சரிங்க சரிங்க சரிங்கப்பா. ஹரே கிருஷ்ணா. தம்பி ஆயிடுச்சு, அவ்வளோதான். உங்க சீட்ல எல்லாம் கொஞ்சம் மோரா இருக்கு தம்பி, சாரிடா. தொடச்சிடல, துணி இருக்காமா? இவரெல்லாம் மோராய். ஆமா, நான் தான் மோர் ரெடி பண்ணேன். அது வந்துட்டு அந்த இந்த தயிர் இருக்குல்ல, நம்ம என்னது அந்த ஆர்கானிக் தயிர். சாதா அந்த மில்கி மிஸ்ட் தயிர் வாங்கினா அந்த ஸ்மெல்லு வராது. ஆர்கானிக் தயிர் வாங்கிட்டு அது வந்து மிக்சியில் அடிச்சிடணும், தண்ணி எதுவும் சேர்க்காம மிக்சியில் அடிச்சுட்டு இஞ்சி, அப்புறம் வந்துட்டு கருவேப்பிலா நம்ம வீட்டிலே வளர்க்கிற கருவேப்பிலா, அந்த கருவேப்பிலா, இஞ்சி, பச்சை மிளகா போட்டுட்டு உப்பு போட்டுட்டு அடிச்சிடணும். கல்லுப்பு தான் யூஸ் பண்ணணும். போட்டு அடிச்சுட்டு அது இந்த தயிரில் மிக்ஸ் பண்ணிட்டு கொஞ்சம் நிறைய தண்ணி ஊற்றக்கூடாது, லைட்டாக கொஞ்சம் தண்ணி ஊற்றி கட்டியாக இருக்கணும். நல்ல தண்ணி வாசனையாக இருக்கா? சரி, அக்கா வீட்டில் பண்ணி வச்சிருக்க, ஒரு பாட்டில் கொடுக்குறேன். அதில் வந்துட்டு தண்ணி ஊற்றிட்டு மிக்ஸ் பண்ணிட்டு கொஞ்சம் தேங்காய் எண்ணெய் இருக்குல்ல, தேங்காய் எண்ணால் கொஞ்சம் கடுகு போட்டுட்டு கொஞ்சம் லைட்டாக தேங்காய் எண்ணெய் ஊற்றிட்டு கடுகு போட்டுட்டு அதில் கொத்தமல்லி இருக்குல்ல, கொத்தமல்லி போட்டுட்டு லைட்டாக தாளிச்சிடணும். தாளித்து மோரில் ஊற்றிட்டு அடைச்சி வச்சிடணும். அடைச்சி வச்சுட்டு ஒரு 2 ஹவர்ஸ்க்கு அப்புறம் எடுத்து திறந்தா செம்ம ടേസ്റ്റ്, செம்ம സ്മെൽ. நல்லா இருக்கா? മോൻ പറയാണ്, ചേച്ചി ഈ മോര് നല്ല മണമായിട്ടുണ്ടല്ലോ, നല്ല സ്മെല്ലുണ്ട്, ഇത് ചേച്ചി തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണോ എന്ന്. ഹരേ കൃഷ്ണ. അപ്പം ഇതാണ് മോരിൻ്റെ റെസിപ്പി. ഇങ്ങനെ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. സാമ്പാറിൻ്റെത് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ഇല്ലേ, ക്യാരറ്റ്, മുള്ളങ്കി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിക്കും. അപ്പോൾ സാമ്പാർ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യും, ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ ലിക്വിഡ് ആവും ചെയ്യും. ആരും പെറുക്കി ഇങ്ങനെ പുറത്ത് വെക്കില്ല. അപ്പം എന്താ വെച്ചാൽ അതങ്ങനെ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, തെരുവിലിരിക്കുന്ന കുറേ അമ്മമാരല്ലേ, അവർക്കൊന്നും ചിലപ്പോൾ പല്ലുണ്ടാവില്ല, കടിച്ച് തിന്നാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അതിൽ ലിക്വിഡായി പോകും. ലിക്വിഡാകുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ കഴിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അതങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ചോറ് വന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ചോറ് അങ്ങോട്ട് സ്റ്റാർച്ചോട് കൂടി തന്നെ വറ്റിച്ചെടുക്കും. മീൻസ് നല്ല മണി പോലെ അങ്ങനെ ചെയ്തെടുക്കും. കുറേ ഇങ്ങനെയുള്ള റെസിപ്പീസ്, ഇങ്ങനെയുള്ള കുറച്ച് സീക്രട്ടുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. കാരണം കൊടുക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കിച്ചൂട്ടന് അന്നദാനം ഭഗവാന് സമർപ്പണം ചെയ്യും. അപ്പോൾ അത് അത്രയും നല്ല ഫുഡ് തന്നെ നമ്മൾ പുറത്തും കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബിസി അല്ലെങ്കിൽ നമുക്ക് വെള്ളം ബോട്ടിൽ എടുക്കാൻ പോയാലോ? ഏറ്റവും പ്രശ്നം എന്താ പറയുക, ഈ വെള്ളം ബോട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഭയങ്കര വെയിറ്റാണ്. പക്ഷേ ഈ മോൻ സഹായിക്കും. വേറെ നമുക്ക് ഹെൽപ്പിന് ആൾക്കാരുണ്ട്, 1-2 പേര്. അവർ അവർക്ക് ഇപ്പോൾ വന്നതാണ്, ഹെൽപ്പ് ചെയ്തരും. അങ്ങനെ ചെന്നൈ കാണിച്ചു. ഇതാണ് വിജയ മാൾ. ഇവിടെ ഞാൻ വരാറുണ്ട്, എന്തെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരും. കാരണം അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലാ സാധനങ്ങളും. കാണുന്നുണ്ടോ? മെട്രോന് പണി നടക്കുകയാണ്. ഇന്നലെ ഒരു പയ്യൻ മെട്രോൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു, ആക്സിഡൻ്റായി, മരിച്ചു ആ പയ്യൻ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, പറഞ്ഞതാണ്. ഇത് നല്ല ഫ്ലാറ്റ്സാണ്, അപ്പാസ്വാമി ബിൽഡേഴ്സ്. നല്ല റേറ്റും ഉണ്ട്, ഒരു കോടികളുടെ പുറത്ത് കാണും. ചെന്നൈ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് ജസ്റ്റ് മനസ്സിലാവും. നോക്കാം. മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 93 42 49 49 41. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. கண்ணா தண்ணி கேன் வாங்கணும், அந்த பக்கத்திலே காலி பாட்டில்ஸ் மோர் பேக் பண்ணுறதுக்கு அங்கே வாங்கணும்.
ஆமாம், நம்ம எஸ்ஆர் வாட்டர்ஸ் இருக்குல்ல, அந்த பின்னாடி அங்கே தான் വാട്ടർ. அவங்க വാട്ടർ நல்லா இருக்கும். ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയാലേ തീർച്ചയായിട്ടും മുരുകൻ പ്രഭു കാണാമല്ലോ. അമ്മേ ഉറപ്പായിട്ടും കാണാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ ബോട്ടിൽസ് ഒക്കെ എടുക്കുമ്പോഴേ പൊട്ടിപ്പോവും. ഒരു ബോട്ടിലൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ആ വെള്ളം ഞാനാ കുടിക്കാം. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞ അവരുടെ വെള്ളം നല്ലതാണ്. ഇവിടെ ഒരു ചേട്ടനുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇവിടെയാണ്. അയ്യോ, റംസാൻ ഇടയിൽ എല്ലാ കടയും ക്ലോസ്. ഞാൻ പെട്ടുപോയോ? മോസ്റ്റ്ലി കടകൾ ക്ലോസ് ആണ്. ஐயோ சாமி, அவங்க க்ளோஸ் பண்ணிட்டாங்களே. க்ளோசிங்கில் இருக்குதே. சரி, எல்லாம் அந்த கடையும் க்ளோஸ் பண்ணியிருப்பாரு. ஆமாம், அவங்களும் க்ளோஸ் பண்ணிட்டாங்களே. ஏன் எல்லாம் க்ளோஸ் பண்ணி வச்சுருக்கீங்க? சண்டே இல்லை. அட கடவுளே. சரி, நாளை வாங்கிக்கலாம். இப்போ ஈவினிங் வந்து மோர் கொடுத்தா நல்லா இருக்காது. ரசம் பண்ணிக்கலாம். கொஞ்சம் ரசம் அது டப்பாவில் பேக் பண்ணிக்கலாம் ரசம். அப்புறம் தண்ணி பாட்டில் வீட்டில் இருக்குது, கொஞ்சம் இருக்குது, இப்போதைக்கு இருக்குது. നാളത്തേക്ക് தான் വേണോ? മറന്നാളേക്ക്. ശരി, പരവായില്ല. എല്ലാ കടയും ക്ലോസ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന കടകൾ. സാരില്ല. തീർച്ചയായിട്ടും രുക്മ മാതാജി ചെയ്യണം. പക്ഷെ നമ്മളവിടെ എത്തണം. അതുകൊണ്ടാണ് നമ്മളെല്ലായിടത്തും ചെയ്യാറുണ്ട്. ചെന്നൈ, കേരളം, വൃന്ദാവനം, അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എത്തിപ്പെടണ്ടേ? മാതാജി കണ്ടതല്ലേ ഇവിടെ വന്നിട്ട് നമ്മളെയുള്ള ഓട്ടം എന്താണെന്നുള്ളത്. ഒരു സെക്കൻഡ് ഒതുങ്ങിയിരിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പത്തേക്ക് വൈകിട്ട് മോര് കൊടുത്താൽ നന്നായിരിക്കില്ല. കാരണം ഇവിടെ ആരും കഴിക്കില്ല വൈകുന്നേരം മോര്. അപ്പം വൈകുന്നേരത്തേക്ക് ഇനിയിപ്പം ഞാൻ പോയി രസം ഉണ്ടാക്കണം. അത് സാരില്ല, 41 പേരുടെ അല്ലേ, പെട്ടെന്നാവും. ചോറ്, ചെറുപയർ ഫ്രൈ അത് ഇതൊക്കെ ആയതാണ്. സാമ്പാറൊക്കെ പാക്ക് ചെയ്തു, വെള്ളം ബോട്ടിൽ പാക്ക് ചെയ്തു. ഇനി പപ്പടവും കൊണ്ടാട്ടമുളകും രസമാണ് ഉണ്ടാക്കേണ്ടത്. അത് പെട്ടെന്നാവും, വേഗാക്കാം. അപ്പം ഇനി അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് മോര് ബോട്ടിൽ தம்பி நாளைக்கு இந்த பக்கம் வரணுமாயிருந்தாக்காக்கு எடுத்து கொடுக்குறியா? ஒரு 100 பாட்டில், ஒரு 250 ml 100 பாட்டில். அப்புறம் பருப்பு நான் வாட்ஸ்அப் அனுப்புகிறேன். எல்லாத்தையும் வாங்கி வந்துடு. ഇനി അന്നദാനം കോൺട്രിബ്യൂട്ട് ചെയ്ത് ആരൊക്കെയാന്നുള്ളത്. ഒരു മിനിറ്റ്. നമസ്തേ അമ്മ. ഹലോ, ആരോ വിളിച്ചു, കട്ടായിപ്പോയി. ഒരു മിനിറ്റ്. ആരാ വിളിച്ചത്? സുധാദേവി മാതാജി. നമസ്തേ അമ്മ. ഓ എന്തമ്മ? കേട്ടില്ല. എന്തമ്മ? അയ്യോ, എനിക്ക് വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല അമ്മ. വീട്ടിലെത്തിയ ഉടനെ എന്നെ വിളിക്കട്ടെ? ശരി, ഓക്കെ അമ്മ. പാവം, അവർ പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല വണ്ടിയുടെ ശബ്ദം കൊണ്ട്. അന്നദാനം ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഇപ്പം പറയാമേ. ഇന്നത്തെ പൂന്താനം തിരുമേനിയുടെ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ജന്മദിന ഞാൻ കഴിച്ചു അമ്മ. ഞാൻ രാവിലത്തതും ഉച്ചക്കലത്തതും ഒരുമിച്ചാണ് കഴിച്ചത്. പൊതുവേ റംസാൻ സീസണിൽ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഒന്നരാടമാണ് എടുക്കുന്നത്. എപ്പോഴും എടുക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടും. ഇല്ലെങ്കിൽ റംസാൻ്റെ 30 ദിവസവും നോമ്പെടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഒന്നരാടം എടുക്കുന്നത്. ആ ഒന്നരാടം എടുക്കുമ്പോൾ ഒരു ഡേ ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. നോർമലി റംസാൻ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും. അതർവൈസ് ഒരു നേരത്തെ ഭക്ഷണം. അപ്പോൾ അത് ഞാൻ ഉച്ചക്കത്തതും രാവിലത്തതും എല്ലാം കൂടെ ഒരുമിച്ച് കുറച്ച് ചോറ്, കുറച്ച് സാമ്പാർ, കുറച്ച് ഉപ്പേരി, കുറച്ച് അച്ചാർ, കുറച്ച് പപ്പടം, കുറച്ച് ഉണക്കമുളക്, കുറച്ച് മോര്, കുറച്ച് വെറൈറ്റി റൈസ്, കുറച്ച് പുളി റൈസ്, ഇത്രയും കഴിച്ചു. പക്ഷേ ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, ഞാൻ എല്ലാം കുറച്ചാണ് കഴിച്ചത്. കുറേ ഒന്നും കഴിച്ചില്ല കേട്ടോ, എല്ലാം കുറച്ചാണ് കഴിച്ചത്. അതെന്താ
ജയലക്ഷ്മി 1, പ്രവീൺ 1, ചന്ദ്രൻ രാജൻ വെളുക്കാൻ 3, ഗൗരിയമ്മ ചതയം 1, ശ്രീലത തൃക്കേട്ട 1, വിഷ്ണു തിരുവാതിര 1, ഡോക്ടർ KV വിജയൻ 2, ജിഷ രമേശ് 1, കൗസല്യ അയ്യപ്പൻ 1, ശോഭ പ്രദീപ് 1, ജയശ്രീ കാണിപ്പയ്യൂർ 1, വിനോദ് കുമാർ 1, സതീഷ് 1, ശാലിനി 1, ലളിത മൂലം 1, ലീന ആൻഡ് ഫാമിലി 1, സുചിത്ര സുഭാഷ് 1, ബിന്ദു 1, അബിത 2, ജാനകി 1, ബിന്ദുജ 2, ശശിധരൻ 11, രതീഷ് 3, പിന്നെ ദേവിക 2, അച്ചു 2, വിനോദ് മേത്ത 1, അർജുൻ കിഷോർ 1, അമൽ 1, വൈഷ്ണവി 1, അമൃത അഭിഷേക് 1, കിച്ചൂട്ടന്റെ പേരിൽ ഒരെണ്ണം, അഭിനയ മനോജ് 1, പുഷ്പൻ ആയില്യം 3, അനിത അശ്വതി 3, സിന്ധു കാർത്തിക 3, രഞ്ജിത്ത് 1, വേദ രഞ്ജിത്ത് 1, ദീപേഷ് അത്ത 1. ആരോ വിളിക്കണ്ടല്ലോ, ഒരു മിനിറ്റ് ആരോ വിളിക്കണോ? നമസ്തേ, ഹലോ. സാർ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിളിക്കാമോ? ഞാൻ ലൈവിലാണ്, അന്നദാനം കൊടുത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹലോ, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിളിക്കാമോ? ഹലോ, നമ്മൾക്ക് എന്താ പറയണത്? ഒരു മിനിറ്റ്. അടുത്തതെന്താ? വേദാരഞ്ജിത്ത് 1, ദീപേഷ് അത്തം 1, സുമൻ അത്തം 1, വരുൺ പുണർദം 1, സുശാന്ത് കാർത്തിക 1, രാജേശ്വരി ബാബു 1, ബിജു ജിത്തു ബേബിയമ്മ 3, അമ്പിളിമോൾ 1, ഞാനല്ല കേട്ടോ, വിജയലക്ഷ്മി 1, അശ്വതി കണ്ണൂർ 1, സതീഷ് മകൈര്യം 2, ശിവാനന്ദ് ചത്പൂരം 1, അനിത ചിത്തിര 2, ഗുരുവായൂരപ്പന്റെ പേരിൽ മുരളിപ്രഭു 6, ആതിക വിജയ് ആയില്യം 5, പ്രസന്ന ചതയം 1, നീതു കൃഷ്ണ 1, രതീഷ് അത്തം 1, ശിവ 3, സുധീർ തൃക്കേട്ട 5, ഹേമലത 1, ശ്രീകൃഷ്ണൻ 1, സ്വാതി ചോതി 1, പ്രദീപ് മകൈര്യം 1. ഇതിൽ ഇന്ന് ശശിധരൻ അച്ഛൻ്റെയും ഇന്ദിരാമ്മയുടെയും പിറന്നാളാണ്. 2 പേർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. 2 പേരുടെയും പിറന്നാളാണ്. ഇന്ദിരാമ്മയുടെ വക ഇന്ന് തുളസിഹാരമുണ്ട്, വൈകുന്നേരം ഇടും. അമ്മയുടെ 60-ാമത്തെയോ 70-ാമത്തെയോ പിറന്നാളാണ്. അമ്മയുടെ 60-ാം പിറന്നാള്, അച്ഛൻ്റെ 70-ാം പിറന്നാള്. ശശിധരൻ അച്ഛനും അമ്മയ്ക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ കേട്ടോ. പിന്നെ ബിന്ദു മാതാജി, ബിന്ദു ഓ കുറുപ്പ്, അവരുടെ 4 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം കൊടുത്തു, 2 എണ്ണം വൈകിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൽ 49 ഭക്ഷണം ബാക്കിയായത് നമുക്ക് റൗണ്ട് ചെയ്ത് 51 ആക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തേൽ അതിൽ ഇന്നിപ്പം നമ്മൾ 41 ഭക്ഷണം കൊടുക്കുന്നു. 41 അല്ല, 38 ഭക്ഷണം. 2 എണ്ണം ബിന്ദു മാതാജിയുടെ പെൻഡിങ് ഫുഡായിട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ 51 ഭക്ഷണത്തിൽ 38 എണ്ണം കൊടുത്തു. അങ്ങനെ ആക്കിയാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, 38 ഭക്ഷണം 51 എണ്ണം പെൻഡിങ്ങത്തിൽ നമ്മൾ തീർക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലാങ്കറ്റ് കൊടുത്തതിൽ 9 ബ്ലാങ്കറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് ഇന്ന് 9 എണ്ണം കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം അഡീഷണൽ മോനപ്പൻ മുതലാളിയുടെ വക. ക്ലിയർ? വീണ്ടും മഞ്ജരീസ് അടിക്കുന്നു. 2 പേർക്ക് പിറന്നാൾ ആശംസകൾ. ഹരേ കൃഷ്ണ. പ്രഭുജി, I'll call you back, Prabhuji, within time, Prabhuji, within 2 seconds. Okay, Prabhuji, Hare Krishna. നാരായണ ഇസ്കോണിലായിരുന്നു, മനസ്സിലായില്ല. അപ്പോൾ നമ്മളിപ്പം അന്നദാനം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും അന്നദാനം കൊടുത്തു. ഒരുപാട് സന്തോഷം. പൂന്താനം തിരുമേനിയുടെ ബർത്ത്ഡേ ഡേയിൽ കൊടുത്തതിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പറയാറ് കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത അന്നദാനത്തിൽ വൈകുന്നേരം കാണാം. വൈകിട്ട് ഒരു 7 മണി ആ സമയത്ത് കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ. ലൈവ് കട്ട് ചെയ്യണേ.